പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ RSSനേക്കാൾ അല്ലെങ്കിൽ BJPയേക്കാൾ കൂടുതൽ വർഗീയ വിഷം ചീറ്റുന്ന പാർട്ടിയായി CPIM മാറി എന്നുള്ളത് ഒരു വസ്തുതയാണ്. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മന്ത്രി സജി ചെറിയാൻ മലപ്പുറത്ത് അല്ലെങ്കിൽ മലബാറിൽ ജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പേര് നോക്കി അവരെ തരംതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം CPIMന്റെ സമുന്നതന നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള AK ബാലൻ PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും, അതൊരു അപകടകരമായ സൂചനയാണ് എന്നുള്ള രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നത് കണ്ടു. EMS മുതൽ പിണറായി വിജയൻ വരെ നീണ്ട ഒരു മുഖ്യമന്ത്രിമാരുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ കാര്യമായി എവിടെയും CH മുഹമ്മദ് കോയ കുറഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന് മുഖ്യമന്ത്രി ആയി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയും ഒരിക്കലും ഒരു മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി മുസ്ലിം ആണോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണോ അല്ലെങ്കിൽ ഹിന്ദു ആണോ എന്നുള്ളത് ചർച്ച ചെയ്യുന്നത് തന്നെ ഒരു വിഷമകരമായ അല്ലെങ്കിൽ അപകടകരമായ ഒരു കാര്യമായിട്ടാണ് എന്നെ പോലെയുള്ള ആളുകൾ കാണുന്നത്. ഏതായാലും CPIM ഒരു വർഗീയപരമായിട്ടുള്ള കാർഡ് ഈ വിഷയത്തിൽ ഇറക്കുമ്പോൾ ആ നിലക്ക് ചോദിക്കുകയാണ്, ഒരു മുഖ്യ മന്ത്രിയായിട്ട് മുസ്ലിം നാമധാരിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള, നിരവധി തവണ മന്ത്രിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചാണക്യനാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ പോലും ഒരു വർഗീയ ചാപ്പ എടുക്കാൻ മാത്രം CPIMന്റെ നാവ് വിഷലിപ്തമായെങ്കിൽ പ്രിയപ്പെട്ട CPIMകാരാ, നിങ്ങൾ ഈ കളിക്കുന്ന വർഗീയതയുടെ ഫലം കൊയ്യുന്നത് ഇവിടുത്തെ സംഘപരിവാർ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബംഗാളിലും ത്രിപുരയിലുമെല്ലാം നിങ്ങൾ ഏതവസ്ഥയിലെത്തിയോ അതേ അവസ്ഥയിൽ ഇത്തരണത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലും എത്തും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്.